നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ബഹുമുഖ പ്രതിഭയാണ്. ഇന്ന് മലയാള സിനിമയിലെ കലാസംവിധാനത്തിൽ ആഷിഖ് ശിവൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സൂരജ് എന്ന ഒരു വലിയ ഒരു പ്രതിഭയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഗിന്നസ് റെക്കോർഡടക്കം ദേശീയ പുരസ്കാരങ്ങളടക്കം നേടിയ ആ ബഹുമുഖ പ്രതിഭയായിട്ടാണ് ഇന്ന് നമ്മൾ സംവദിക്കാൻ പോകുന്നത്. നമസ്കാരം. താങ്കളെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ താങ്കളുടെ ഒരുപാട് റെക്കോർഡുകൾ താങ്കൾ നേടിയിട്ടുണ്ട്, ഒരുപാട് പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഒരു വ്യക്തിയാണ്. ഇന്ന് സിനിമയിൽ കലാസംവിധാനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു താങ്കളുടെ ആ പ്രതിഭക്കുള്ള നേട്ടങ്ങൾ? എന്തൊക്കെയായിരുന്നു താങ്കളുടെ കലാ സംവിധാനങ്ങൾ? ഒന്ന് നാഷണൽ റെക്കോർഡ്, യൂണിവേഴ്സൽ റെക്കോർഡ് ഫോർ നാഷണൽ റെക്കോർഡ്, പിന്നെ ഖത്തറിൽ നിന്നും അറേബ്യൻ ബുക്സ് ഓഫ് വേൾഡ് റെക്കോർഡ്, പിന്നെ ടാലൻറ്റ് ബുക്സ് ഓഫ് വേൾഡ് റെക്കോർഡ്. അങ്ങനെ 2 വേൾഡ് റെക്കോർഡും ഒരു നാഷണൽ റെക്കോർഡാണ് ഇപ്പോൾ ലഭിച്ചത്. എന്തിനായിരുന്നു ഇതൊക്കെ, ഈ റെക്കോർഡുകളൊക്കെ? കോഴിമുട്ടയ്ക്കുള്ളിൽ പൊട്ടിക്കാതെ ചിത്രം വരച്ചതിനാണ്. അതിൽ ആദ്യം നാഷണൽ റെക്കോർഡ് കിട്ടിയ 50 ചിത്രങ്ങളോളം വരച്ചിട്ടാണ്. ഇപ്പോൾ വേൾഡ് റെക്കോർഡ് 75ഓളം ചിത്രങ്ങൾ വരച്ച് പൂർത്തീകരിച്ചതിന് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ഗിന്നസ് റെക്കോർഡ് മാത്രമാണോ മറ്റു ഏതെങ്കിലും റെക്കോർഡുകൾ, അവാർഡുകൾ? പക്ഷേ വേൾഡ് റെക്കോർഡ് ഗിന്നസിലേക്ക് അടുത്ത അത് നോക്കിയാണ്. ദേശീയ പുരസ്കാരം ലഭിച്ചു എന്ന് പറഞ്ഞില്ല? ഉണ്ട്. ദേശീയ അത് 50 എണ്ണം വരച്ചിട്ട് നാഷണൽ ലെവലിൽ റെക്കോർഡ് കിട്ടിയത്. അതേപോലെ ഈ കടുകുമണി എത്രയോ പീസുകളാക്കി മുറിച്ചു. ഒരു കടുകിന് 714 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 714 പീസ്. അത് ഏകദേശം എൻ്റെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അതിൻ്റെ ആദ്യ ശ്രമം നടക്കുന്നത്. മറ്റൊരു പത്രവാർത്ത കണ്ടിട്ട് 200ഓളം പീസാക്കിയെന്ന് കണ്ടിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു കൗതുകത്തിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കി. അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്കതൊരു 200ഓളം പീസ് കടന്നു. പിന്നെ അതൊരു കൗതുകമായിട്ട് പിന്നെ നോക്കി. അങ്ങനെ 9ാം ക്ലാസ് വെച്ചിട്ട് നാട്ടുകാർ മാധ്യമപ്രവർത്തകരെല്ലാം വിളിച്ച് മുറിച്ച് 714 പീസാണ് ഇപ്പോൾ അതിൻ്റെ അവസാനമായിട്ട്. നിലവിൽ 714 പീസ് ഒരു കടുകുമണി കട്ട് ചെയ്തിട്ടുണ്ട്. അതിനെന്തെങ്കിലും ഇല്ല, അംഗീകാരങ്ങൾ ഇല്ല. അന്ന് അതിന് ഞാൻ റെക്കോർഡിനോ ഒന്നിനും അതിനൊരു ഇത് വെച്ചിട്ടില്ല. ഞാൻ കൊടുക്കണം, ശ്രമിച്ചു നോക്കണം. ഈ കോഴിമുട്ടയുടെ ഉള്ളിൽ ആരുടെയൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് നിലവിൽ? ഇപ്പോൾ നിലവിൽ നമ്മുടെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ വെച്ചാൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ, സിനിമാ താരങ്ങൾ, മറ്റു എന്താ പറയുക പെയിൻറ്റിങ്സ്. ഇപ്പോൾ പ്രശസ്തമായിട്ടുള്ള വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെയും എഡ്വേർഡ് മങ്ങിൻ്റെ ഒക്കെ പെയിൻറ്റിങ്സ്, അതൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ശേഖരങ്ങളൊക്കെ കയ്യിലുണ്ട്? കയ്യിലുണ്ട്. പുരസ്കാരങ്ങൾ കിട്ടിയ സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യിലുണ്ട്. ഓക്കെ.
ഇനി എന്തെങ്കിലും പുതിയ സംവിധാനങ്ങൾ, പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്തെങ്കിലും? ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ ഇപ്പോൾ സിനിമ എന്ന മേഖലയിലായതുകൊണ്ട് നമുക്ക് ഒരു സമയം എല്ലാം കുറവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ശ്രമിക്കണം. എത്ര വർഷമായി സിനിമയിലെത്തിയിട്ട്? 10 വർഷത്തോളം. 10 വർഷത്തോളമായി. ആരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ദിലീപ് നാഥ്, അജിത് കുറ്റ്യാണി, അജയ് മങ്ങാട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഈ നേടിയ പുരസ്കാരങ്ങളൊക്കെ സിനിമയിൽ ഉപകാരപ്പെടുന്നുണ്ട്, ഗുണം ചെയ്യുന്നുണ്ടോ? ഇല്ല, സിനിമയിൽ അങ്ങനെ നമ്മൾ ഇത് ഒരു വേറെ രീതിയിലാണ്. സിനിമ റെക്കോർഡ് നമ്മൾ നല്ല മാറ്റമുണ്ട്. വെച്ചാൽ ആ ഒരു റെക്കോർഡ് നമ്മൾ സിനിമയിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല സാധാരണ. അല്ല, അറിയോ സിനിമയിലുള്ള കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ നമ്മൾ പരിചയപ്പെട്ട് വരുമ്പോൾ പതുക്കെ അറിഞ്ഞു തുടങ്ങും. അല്ല, ഇപ്പോൾ താങ്കളൊരു ഒരു കലാസംവിധായകരുടെ കീഴിലായിരിക്കുമല്ലോ വർക്ക് ചെയ്യുന്നത്, അവർക്കൊക്കെ ഈ സംഭവം അറിയില്ലേ? ഒട്ടുമിക്ക ഞാൻ പറയാറില്ല, എങ്കിലും നമ്മൾ പരിചയപ്പെട്ട് വരുമ്പോൾ അതെല്ലാം അറിഞ്ഞ് വരും. അറിയുന്ന ആളുകൾ അതിന്റെ ഒരു പരിഗണന തരാറുണ്ടോ? അതൊന്നും അങ്ങനെയില്ല. സിനിമയിൽ അങ്ങനത്തെ പരിഗണനയില്ല. എന്നുവെച്ചാൽ സിനിമയിൽ നമുക്ക് വർക്ക് കിടക്കുക എന്നുള്ളതാണ് പ്രധാനം. സിനിമ എന്ന് പറയുന്ന സാധനം നമ്മൾ കഥയ്ക്കനുസരിച്ചുള്ള സന്ദർഭങ്ങൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അത് അവിടെ ഈ റെക്കോർഡും ഇത് തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇപ്പോൾ താങ്കൾ സിനിമയിൽ വന്നിട്ട് 10 വർഷമായി എന്ന് പറയുന്നത്, ഏറ്റവും സന്തോഷം നൽകിയ ഒരു മുഹൂർത്തം ഉണ്ടാവില്ല സിനിമയിൽ? ഏറ്റവും നല്ല ഒരു മുഹൂർത്തം അതെന്തായിരിക്കും? അത് അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. വെച്ചാൽ പലപ്പോഴും സിനിമ എന്ന മേഖലയിൽ അംഗീകാരങ്ങൾ ചിലപ്പോൾ വളരെയധികം കുറവായിരിക്കും. അവിടെ അംഗീകരിക്കപ്പെടുക എന്നുള്ള ചില മുഹൂർത്തങ്ങളുണ്ട്. ആ മുഹൂർത്തങ്ങൾ തന്നെ നമുക്ക് ഭയങ്കരധികം സന്തോഷമാണ്. അതേപോലെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു വലിയ സെലിബ്രിറ്റി ഇതറിഞ്ഞൊരു അംഗീകാരം, ഒരു പ്രോത്സാഹനം നൽകിയതായിട്ട്? അങ്ങ് ഉണ്ട്. ഇപ്പോൾ ജയസൂര്യ ആണെങ്കിലും ബിജു മേനോനാണെങ്കിലും ഇപ്പോൾ അവർ നമുക്ക് തരുന്നൊരു വിലയുണ്ട്. ഇപ്പം അത് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റൂല. എന്നുവെച്ചാൽ ഇപ്പോൾ ബിജുചേട്ടനൊക്കെ ആണെങ്കിൽ അവർ നമ്മളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നതും ഈ വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയുന്നതൊക്കെ ഉള്ള അവരൊരു കൗതുകമുണ്ട്. അവർ നമുക്ക് തരുന്നൊരു ബഹുമാനമുണ്ട്. അതൊക്കെ വളരെ സന്തോഷം തോന്നിയിട്ടുള്ള നിമിഷങ്ങളാണ്. അതേപോലെ ഈ മാനസികമായിട്ട് ഏറ്റവും വിഷമം തോന്നിയ ഏതെങ്കിലും ഒരു നിമിഷം സിനിമയിൽ? അതുണ്ട്. അത് പറയാനാണെങ്കിൽ വ്യക്തികളെ പേരൊന്നും പറയണ്ട, സന്ദർഭം പറയണ്ട, സാഹചര്യം. അത് ഇപ്പോൾ ഈ മേഖലയിൽ പറയുമ്പോൾ അതാണ് കൂടുതൽ അനുഭവിക്കേണ്ടി വരിക. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ മാനസിക ഒരു പരിഗണന, അതായത് തട്ടാണ് എപ്പോഴും. സിനിമയിൽ പലപ്പോഴും തട്ടാണ്, ABC എന്ന് പറയുന്ന തട്ടാണ്. അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. വെച്ചാൽ നമ്മൾ പണിയെടുക്കുക, നമ്മൾ മുന്നോട്ട് പോവുക, അത്രേ ഉള്ളൂ. ഓക്കെ, സന്തോഷം. ഇത്രയും നേരം താങ്കളുമായിട്ട് സംവദിക്കാൻ കഴിഞ്ഞതിലും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും ഡിസൈർ മീഡിയയുടെ എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്, എല്ലാവിധ പിന്തുണ അറിയിക്കുകയാണ്. ഇനിയും ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു.